പൈറസി അറ്റാക്കിന് എന്ത് ചെയ്യണം? പൈറസി അറ്റാക്കായി ഒളിച്ചിരിക്കാണ്ട് ഒരു റൂമുണ്ട് കപ്പലിൽ. അത് ഞങ്ങൾക്ക് അല്ലാണ്ട് വേറെ പൈറസി ആൾക്കാർക്ക് അറിയില്ല. ആ റൂമിലോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോകും. ക്യാപ്റ്റൻ പോവില്ല, ക്യാപ്റ്റനും ഡ്യൂട്ടി ഓഫീസറും പോവില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഇതിനൊരു സിഗ്നൽ ഉണ്ട്, അലാറം വരും. ആ അലാറം കേട്ട അപ്പൊ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊള്ളണം. എന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ എത്ര ദിവസം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഫുഡും വെള്ളവും എല്ലാ കാര്യങ്ങളായിട്ട് എനിക്ക് പോവാം. അവിടെ പോവാ. അപ്പൊ എല്ലാവരും കയറുമ്പോൾ ഹെഡ് കൗണ്ട് എടുത്തിട്ട് അടച്ചിടും. പൈറസി ഓൺ ബോർഡ് ആയാലും ആ ഒരു ടൈമിൽ ഈ ഗൺമാന്മാരും ഈ ക്യാപ്റ്റനും ഡ്യൂട്ടി ഓഫീസറും മാത്രം നാവിഗേഷൻ ബ്രിഡ്ജിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിളിച്ചിരിക്കണം. ഇവര് വന്നാലേ ഇത് ഫുള്ളായിട്ട് അടക്കാൻ പറ്റുള്ളൂ. ഈ വന്നെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഉണ്ട്. ഇങ്ങനെ മുട്ടിന്ന് വെച്ചോ, ആൾക്കാർ മുട്ടേണി ഡോറിൽ. അപ്പൊ പൈറസി ആണെങ്കിൽ അമ്മ എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങൾ ഒരു പാസ്വേഡ് വെക്കും. ഞങ്ങളുടെ കപ്പലിന്റെ പാസ്വേഡ് സണ്ണി ലിയോ എന്നായിരുന്നു. ക്യാപ്റ്റൻ പാസ്വേഡ് അതൊക്കെ അവർക്ക് പറയാൻ പറ്റുമല്ലോ, ഒരു യൂണീക്ക് ഒരു പാസ്വേഡ് ആണ്. അപ്പൊ എല്ലാവരും പറയും സണ്ണി ലിയോ ആണ്. ഓക്കെ, സണ്ണി ലിയോ എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ആൾക്കാരെ കത്തിയോട്ട് കയറ്റും. പക്ഷെ ഇതെന്തായാലും പൈറസി ആൾക്കാർക്ക് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ ഒരു 23 പേരിൽ പ്ലസ് ആം ഗാർഡ്സ് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗണ്ണ് വെച്ചിട്ട് വന്ന് നമുക്ക് തുറക്കേണ്ടത് ആ ഒരു റിസ്ക് ഉണ്ട്. ഇത് പൈറസി അറ്റാക്കിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്.